എലക്ഷൻ ബന്ധപ്പെട്ട് സുന്നികളോട് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. ഈ എലക്ഷൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ മൈലേജ് പ്രധാനമാണ്. ഈ എലക്ഷൻ അവരുടെ ജീവൻ മരണ പോരാട്ടാണ്. ഇതിലും കൂടെ പുറകോട്ട് പോയാൽ ആ പ്രസ്ഥാനം ഇല്ലാതെയായി പോവും എന്നുള്ള നിലക്ക് പരമാവധി അവർ പരിശ്രമിക്കുന്നുണ്ട്. കുറെ നാള് വോട്ട് വേണ്ട, രാഷ്ട്രീയം വേണ്ട, ഭൗതിക കലാലയങ്ങളിൽ പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന അവര് നേരം വെളുത്ത് തലച്ചോറൊക്കെ കുറച്ചൊന്ന് വെളിവായപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിലെത്തണം, മൗദൂദിയുടെ മതരാഷ്ട്ര ചിന്തകളായിട്ട് നടക്കുന്ന ഒരു തരം ടീമാണ് അവര്. അവര് ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് പോലെയല്ല UDF ലീഗ് വഴി നിൽക്കുന്നത്. ഏത് പാർട്ടിയിൽ നിന്നാലും ഏത് മുന്നണിയിൽ നിന്നാലും അത് നമ്മൾ തോൽപ്പിക്കണം, കണ്ടറിയണം. അതേസമയം UDF വഴി വരുമ്പോൾ അവർക്ക് മഹല്ലുകളിലും മതസംഘടനകളിലും സ്ഥാപനങ്ങളിലൊക്കെ വേരോടാന്, കുത്തിത്തിരിപ്പുണ്ടാക്കാന്, നിലപാട് സ്വീകരിക്കാന്, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാന്, പദ്ധതികളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരങ്ങളാണ്. അത് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് സുന്നികളിൽ വലിയ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കും. ആദർശ രംഗത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അതിനൊക്കെ പുറമെ ഇസ്ലാമിക ഒരു കൾച്ചർ നിലനിൽക്കുന്നതും കൂടെ ഇല്ലാതെയാക്കും. കാരണം മാധ്യമ പത്രം അറിയാം, നമുക്ക് വീഡിയോ അറിയാം, അവരൊക്കെ ആ സ്ഥാപിത താല്പര്യങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയിട്ട് ഇപ്പൊ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. സിനിമാ നടിമാരും മറ്റൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജിലൊക്കെ കയറ്റി സിനിമാറ്റിക് ഡാൻസുകൾ, ഇവന്റുകളും മറ്റൊക്കെ സംഘടിപ്പിച്ച് വല്ലാതെ ദീനി രംഗത്ത് തന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിനാണ് സക്കാത്ത് പിരിക്കുന്നത് പാവപ്പെട്ടവരെ. ആ പിരിച്ച പൈസ എത്ര കിട്ടി എന്ന് ഇന്ന് വരെ പുറത്ത് വിടാറില്ല. കൊടുത്തതിന്റെ എന്തെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തത് 25 വർഷം ഒന്നിച്ചു കൂട്ടി കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഞങ്ങൾ കൊടുക്കണ്ട് എന്ന് പറയുന്നു. പക്ഷെ എത്രയാണ് കിട്ടിയത്, എത്രയാണ് കൊടുത്തതെന്ന് കൃത്യമായിട്ടില്ല. കൊടുത്തതിന്റെ കണക്ക് അറിയണമെങ്കിൽ കിട്ടിയതിന്റെ കണക്ക് കിട്ടുമ്പോൾ അറിയാലോ എത്ര അവര് കൊള്ള ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രത്തോളം അപകടം പിടിച്ചൊരു പ്രസ്ഥാനം മഹല്ലുകളിലൊക്കെ രംഗപ്രവേശനം ചെയ്താൽ അത് വലിയ അപകടം ചെയ്യും. മനുഷ്യന്റെ ഈ ഇഹലോകത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾ, സാധ്യതകളാണ് ഇലക്ഷനിലൂടെ എല്ലാവരും തേടുന്നതെങ്കിൽ സുന്നികൾ മനസ്സിലാക്കേണ്ടത് പരലോകത്തിന്റെ വലിയൊരു പ്രശ്നം ഇതിന്റെ പിന്നിലുണ്ട്. ഹിദായത്തിന്റെ പ്രശ്നമുണ്ട്, ആത്മീയതയുടെ പ്രശ്നമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നാൽ സുന്നികൾക്ക് വലിയ അപകടം ചെയ്യും. മുമ്പ് വഹാബികൾ ലീഗിലൂടെ മറ്റൊക്കെ വന്നിട്ട് കോഴിക്കോട് സിറ്റിയിൽ മാത്രം മൊഹിദ്ദീൻ പള്ളിയും പട്ടാളപ്പള്ളിക്ക് ഉൾപ്പെടെ 11ഓളം പള്ളികൾ നഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. പലരും സുന്നിയിൽ നിന്ന് വിട്ടുപോയി. പല പല അപകടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഇരട്ടിയിലധികം പ്രശ്നങ്ങളായിരിക്കും ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നാൽ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും കരുതുന്നത് ഒരു രാഷ്ട്രീയല്ല, വോട്ടല്ല. അല്ല, ഇതിലൊക്കെ അപ്പുറം ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടേതായ മൗദൂദിയൻ മതരാഷ്ട്രം ഇതിന്റെ പിന്നിലുണ്ട്. ഈ ഓന്തിനെ പോലും വെല്ലുന്ന രീതിയിൽ നിറം മാറുന്ന ചതിയൻ വർഗമാണ് അവര്. എന്തും ചതിക്കും. കുറ്റ്യാടിയിലെ വലിയ പള്ളി വരെ പ്രഥമ അമീർ VP മുഹമ്മദ് ലിയാജിന്റെ നേതൃത്വത്തിലല്ലേ കൊള്ള സംഘം വന്നിട്ട് അന്ന് അവിടെ പള്ളി പിടിച്ചെടുത്തത്, ആ മക്ബറ പൊളിച്ചത്. ഇങ്ങനെ അവർക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളിടത്ത് ഇവർ ഏത് രീതിയിലും നിറം മാറാൻ തയ്യാറാകും. അത്രക്കും അപകടം പിടിച്ചൊരു പ്രസ്ഥാനം. അത് സുന്നികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കളെ, നമ്മുടെ ബന്ധപ്പെട്ടവരുടെ ഈമാൻ വരെ ചോർന്നു പോകും. ഇവര് UDFന്റെ യോഗത്തിൽ വരും, ലീഗിന്റെ യോഗത്തിൽ വരും, പിന്നീട് അതൊരു മുന്നണിയാകും, ഒരു സംവിധാനങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മഹല്ല് നാട്ടിലൊക്കെ അവരെ പ്രതിനിധി ഉണ്ടാവും. മറ്റുള്ളവരെയും കൂടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിൽ അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അവര് കോടിക്കണക്കിന് കയ്യിലുള്ള സക്കാത്ത് ഫണ്ടുകളൊക്കെ ഇറക്കി അവിടെ വിലപേശലുണ്ട്. പല രീതിയിൽ അവർ ഇടപെടും. ക്ലാസ്സുകളൊക്കെ അവരെ സ്ത്രീകളും അവരെ ആളുകളൊക്കെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങും. അവർ IPHന്റെ പുസ്തകങ്ങളൊക്കെ പള്ളിയുടെ ലൈബ്രറിയിലും നമ്മളെ വീടുകളിലൊക്കെ കയറിയിറങ്ങും. ഇങ്ങനെ വലിയ അപകടം, ചെറിയതായിരിക്കില്ല, വലിയ. നമ്മള് വോട്ടിലെങ്ങാനും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഫൂളാവും. സുന്നികളുടെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാവും. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് കൃത്യമായിട്ട് ചിന്തിച്ച് ഈമാൻ ഉറപ്പിച്ച് എടുക്കണം. ജമാഅത്ത് ഇസ്ലാമിയെ ഹൈലൈറ്റ് ചെയ്യുന്ന, ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങുന്ന, ജമാഅത്ത് ഇസ്ലാമിയെ ആളാക്കുന്ന ഒരു സംവിധാനത്തിലും നമ്മൾ വോട്ട് ചെയ്യരുത്. അതുമലിനിപ്പ് എന്ത് ഭൂമികുലുക്കം വന്നാലും, ആകാശം ഇടിഞ്ഞ് വീണാൽ പോലും അത് ഭൂമി താങ്ങിക്കോളും. നമ്മുടെ ഈമാനും നമ്മുടെ മഹല്ലുകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ സംവിധാനങ്ങളും സുന്നി ഐക്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ
APEക്ക് ആ പഴയ പ്രശ്നങ്ങളൊക്കെ തീർന്ന് കുറച്ചും കൂടെ ഐക്യപ്പെട്ട് വരുന്നുണ്ട്, കുറെ റാഹത്തിൽ കാണുന്നുണ്ട്. അതുപോലും ഇവർ കുത്തിത്തിരിപ്പിലൂടെ ഇല്ലാതെയാക്കും. അത് എല്ലാവരും ശ്രദ്ധ വേണം. ഞാൻ ഹമീദുകാരുടെ എൻ്റെ പേരിൽ ഇത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചതിൻ്റെ പേരിൽ അവർ 3 കോടതിയിലാണ് പോയി കേസ് കൊടുത്തത്. 3 കോടതിയിൽ ലക്ഷങ്ങളാണ് അതിനുവേണ്ടി അവർ ചെലവഴിച്ചത്. അവരെ വക്കീൽമാരും അവരെ കേശൊക്കെ സക്കാത്ത് ഫണ്ടൊക്കെ കോഴിക്കോട് കോടതികളിലൊക്കെ അവർ ലക്ഷങ്ങളാ വാരി എറിഞ്ഞു. എന്നിട്ടും മുത്തുമോമിനിങ്ങളെ ദുആ ബർക്കത്ത് കൊണ്ട് ഹക്ക് വിജയിച്ചു. അവർ 2 കേസ് പൊട്ടി. ഇനിയും കേസുകളുണ്ട്. ഇങ്ങനെ കേസ്, കള്ളക്കേസ്, ആക്രമണം, തെറി പറയല്, തമ്മാടിത്തം, തോന്നിവാസം, ഇതൊക്കെ അവരുടെ ചതിയിലെ ചെറിയ ഭാഗങ്ങളാണ്. വലിയ ചതികളൊക്കെ അവർക്ക് വല്ല അധികാരം ഗ്രിപ്പൊക്കെ ഉണ്ടായാലും അപ്പം പുറത്തു വരും. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടാണ്, കാശ്മീരിൽ കണ്ടാണ്. ഇവരെ സഹോദര സംഘടനയായ ബ്രദർഹുഡ് ഇപ്പൊ ഈജിപ്ത് ഉൾപ്പെടെ പല രാജ്യത്തും ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ, ഭീകരതകൾ, തീവ്രവാദങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പലയിടത്തും വിവരിച്ചിട്ടുണ്ട്. മൗദൂദി ജമാഅത്ത് പഠനം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്കിലൂടെ നമ്മൾ ധാരാളം അത് വിശദീകരിക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒന്നുകൂടെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ട് ഏത് സ്ഥാനാർത്ഥികളായാലും ആരായാലും തോൽപ്പിച്ച് അങ്ങോട്ട് വീട്ടിൽ കൊണ്ട് ഇരുത്തണം. ജമാഅത്ത് ഇസ്ലാമിക്കെതിരാവണം. എന്ന് വെച്ചാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അനുകൂലമായി ഹിദായത്ത്, നമ്മുടെ പരമ്പരയുടെ ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി, നാട്ടിൽ ദീന് ശോഷിച്ചു പോവാതിരിക്കാൻ വേണ്ടി, കുത്തിത്തിരിപ്പില്ലാതിരിക്കാൻ വേണ്ടി ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നമ്മൾ വോട്ട് ചെയ്യണം. ജമാഅത്ത് ഇസ്ലാമിയെ ഒരു നിലക്കും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് മൈലേജ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.